Good morning. Good Happy morning. morning. Happy ഹാപ്പി morning. മോർണിംഗ് ഹാപ്പി മോർണിംഗ് ഹാപ്പി മോർണിംഗ്. എല്ലാവരും ഇന്നത്തെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മൾ മുൻപ് കഴിഞ്ഞ സെഷനില് മാനിഫെസ്റ്റേഷൻ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവയർനെസ് എന്താണ്, അതുപോലെ പാറ്റേൺ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക കേട്ടോ. Yes. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിന്റെ തുടർച്ചയായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ സംസാരിക്കാൻ. കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനങ്ങളോ എടുക്കുന്നതല്ല, ഇല്ലേ? നമ്മളെ പലപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ സെയിം മിസ്റ്റേക്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സെയിം ടൈപ്പ് പെയിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരേ പേടി നമ്മൾ അതന്നെ കൊണ്ടു നടക്കുന്നു, ഇല്ലേ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? അതായത് ഒരു ഒരേ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ പെയിൻ തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, സെയിം ഫിയർ തന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഒരേപോലെ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? Yes. അതെ, ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ് കാരണം, എന്തുകൊണ്ടാണത്? നമ്മുടെ ജീവിതം ഒരു വലിയ രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡ് അല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അപ്പോ കോൺഷ്യസ് മൈൻഡ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ ആലോചിക്കുന്നു, ചിന്തിക്കുന്നു, പിന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു, എല്ലാം കോൺഷ്യസ് മൈൻഡാണ്. നിങ്ങൾ ലോജിക്കായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്നു, അല്ലേ? നിങ്ങൾ ഇതാണ് കോൺഷ്യസ് മൈൻഡ്. ഇതൊരു ആക്റ്റീവ് അവയർനെസ് ആണ്. പക്ഷെ ഇത് മൈൻഡിന്റെ ചെറിയൊരു ഭാഗമാണ്. നമ്മളെപ്പോഴും പറയും കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത് 10% ഉള്ളൂ എന്ന് പറയും, ഇല്ലേ? ഇപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ നമ്മൾ തിങ്ക് ചെയ്യുന്നതും നിങ്ങളിപ്പോൾ കേൾക്കുന്നതും നിങ്ങൾ ലോജിക്കായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാം കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പൊ പറഞ്ഞ പോലെ ഇത് ചെറിയൊരു ഭാഗമാണ്, ഇതിന്റെ ചെറിയൊരു ഭാഗമാണ് 10%, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പോകും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത് മൈൻഡാണ്. നമ്മളൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന ഒരു മൈൻഡാണ്. നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻസ്, പിന്നെ നമ്മുടെ ഒരു ഫിയറിന്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ബിലീഫ്, നിങ്ങളുടെ സെൽഫ് ഇമേജ്, ഇതെല്ലാം ഇവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗിയർ എവിടെ, അല്ലെങ്കിൽ ആക്സിലേറ്റർ എവിടെ, ബ്രേക്ക് എവിടെ, ഹോൺ എവിടെ ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെ? കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത്. പിന്നെ നിങ്ങൾ അത് പഠിച്ച് ഒരു എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തത്. നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ കൈ അതിലേക്ക് പോകും, അല്ലേ? ഗിയർ ചേഞ്ച് ചെയ്യാൻ, ഇതേപോലെ നിങ്ങൾ ക്ലച്ച് പിടിക്കാനും, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഹോൺ അടിക്കുന്നു, നിങ്ങൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കോള് വരുന്നത്, നിങ്ങൾ അത് എടുക്കുന്നു, സംസാരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് മുൻപിൽ നിങ്ങൾക്ക് ആരെങ്കിലും ആ, മുന്നിലൂടെ കുറുകെ പോവുകയാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പല ഇമോഷൻ റിയാക്ഷൻസും ഓട്ടോമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കാരണം എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അറിയാതെ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പോ ഇനി അടുത്ത് ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിങ്ങുകൾ ഉണ്ട് അല്ലേ? നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിംഗ് എങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിംഗ് നമ്മൾ ജനിക്കുമ്പോൾ അല്ലേ, ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്താണ് ആളുടെ മൈൻഡിൽ ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ലാതെ ഒരു വെള്ള പേപ്പർ പോലെ തന്നെ അല്ലേ? അവിടെ പിന്നെ നമ്മൾ എഴുതി ചേർക്കുന്ന ഒരു വൈറ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അതിലൊന്നുമില്ല. അവിടെ നമ്മൾ പല കാര്യങ്ങളും എഴുതി ചേർക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഒരു കുട്ടിയുടെ മനസ്സ് എന്ന് പറയുന്നത്. ആ ജനിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല അല്ലേ? ഒരു ബിലീഫും ഇല്ല, ഒരു വിശ്വാസങ്ങളും ഇല്ല, അവിടെ ഫിയർ ഇല്ല, ലിമിറ്റേഷൻസ് ഇല്ല, ഞാൻ പോരാ എന്നുള്ള ചിന്തകളില്ല. അവര് കുട്ടിയെ സ്വയം കുറ്റപ്പെടുത്തില്ല. ഒരു കാര്യങ്ങളും അവിടെ ഇല്ല. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പതിയെ ഫാമിലിയിൽ നിന്നും നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നമ്മുടെ സ്കൂളിലൊക്കെ നിന്ന് ഈ കുട്ടിയെ അല്ലെങ്കിൽ ഒരു ജനിച്ച് വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്ന ഇടയിൽ പലയിടങ്ങളിൽ നിന്നും പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങും ഇല്ലേ? വീട്ടിൽ നിന്ന് പറയല്ലേ അത് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ തന്നെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവും അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ക്യാഷ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ക്യാഷ് ചോദിക്കുമ്പോൾ എടുത്തുതരാനത് മരത്തിൽ കായ്ക്കുന്നതല്ല. എന്തിനാണ് ക്യാഷ്, എന്തിനാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്നു. നിങ്ങൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ ഒരു സമയത്താണ് നമ്മുടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്, നമ്മുടെ വീട്ടിൽ നിന്നാണ് അല്ലേ? കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാം ചെയ്തു, പിന്നെ വിടുന്നത് സ്കൂളിലേക്കായിരിക്കും, ഈ സൊസൈറ്റിയിലേക്കായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ അവരെ എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ? അതെല്ലാം അവിടെ പ്രോഗ്രാം ചെയ്യപ്പെടും. ഇപ്പൊ ഒരു കുട്ടി റിപ്പീറ്റഡ്ലി പറയുകയാണ് ഇങ്ങനെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, മണി ഉണ്ടാക്കാനും സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ആണ്. നിനക്കത് പറ്റില്ല, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോ ആ ഒരു ചെറുപ്പത്തിൽ ആ കുട്ടി അത് പതിയെ പതിയെ അല്ലെ, ഇങ്ങനെ കുട്ടിയോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടി അത് പതിയെ പതിയെ അതൊരു സത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, ഈ റിപ്പീറ്റേഷൻ അതൊരു സത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യും അല്ലേ? അത് കുട്ടി ഇങ്ങനെ ആലോചിക്കും അല്ലെ, ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു സത്യമായിട്ട് അവിടെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ് എന്താണ്, അവിടെ ബിലീഫ് ആകുന്നു അല്ലെ? നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ പറഞ്ഞു കൊടുക്കുന്ന, നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതവിടെ ഒരു വിശ്വാസമായിട്ട് മാറും. പിന്നെ ആ ഇതിലെല്ലാം ഒരു ഇമോഷൻ ഉണ്ടാവും അല്ലെ? നിങ്ങളുടെ ഓരോ വാക്കുകൾക്ക് ഇമോഷൻ ഉണ്ടാവും ഇല്ലേ? അപ്പൊ ആ ഇമോഷൻ എന്താണ്, നിങ്ങളുടെ ഐഡന്റിറ്റി മാറും. നമ്മൾ ഐഡന്റിറ്റിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഐഡന്റിറ്റി ആയിട്ട് മാറും, അവിടെ വിശ്വാസങ്ങളായിട്ട് മാറും. അവിടെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടാവും. എന്താണ് ലിമിറ്റിംഗ് ബിലീഫുകൾ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് ലിമിറ്റിംഗ് ബിലീഫ്? നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഇന്റേണൽ ട്രൂത്ത് ആണ്. അപ്പൊ ആക്ച്വലി അത് സത്യമല്ല, പക്ഷെ മൈൻഡ് എന്താണ്, അത് അങ്ങനെ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട സമയത്ത് നമ്മുടെ പ്രോഗ്രാം ചെയ്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തതാണ്. നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ മണി ഏൺ ചെയ്യാൻ വളരെ കഷ്ടപ്പാടാണ്. ഈ ഈ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ ഇല്ലേ, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും മൈൻഡ് അവിടെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അവിടെ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോ ചില ആളുകൾ പറയുന്നുണ്ട് സ്നേഹം അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറയാറുണ്ട് അല്ലേ? സ്നേഹം നിലനിൽക്കില്ല. ഇത്തരം വിശ്വാസമുള്ള ആളുകൾക്ക് എന്താ, ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് വന്നാലും അവിടെ ഫിയർ ആവും ഇല്ലേ? പേടിയായിരിക്കും, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പേടിയായിരിക്കും. നല്ലൊരാൾ വരുന്ന ലൈഫിലേക്ക്, നല്ലൊരാൾ വരുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പേടിയായിരിക്കും. ഞാൻ പോരാ എന്നുള്ളൊരു ബിലീഫ് ഉള്ളവർക്ക് എന്താണെങ്കിൽ സക്സസ്
എന്ന് പറയുന്നത് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അവർക്കൊരു ഫീൽ വരാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലെ ഒരു അല്ലെ, നമ്മളും നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ആയിട്ടൊരു സംഘർഷം ഉള്ളിൽ ഉണ്ടാകാൻ തുടങ്ങും ഇല്ലേ. അപ്പോ നമ്മുടെ മൈൻഡിലെ സംഭവങ്ങള് ഓരോ പ്രോബ്ലങ്ങൾ മാത്രമല്ല സ്റ്റോർ ചെയ്തത്, അവിടെ ഇമോഷൻസും അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾ ആരെങ്കിലും റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ അതിനൊരു പെയിൻ ആയിട്ട് അല്ലേ സ്റ്റോർ ചെയ്യും. മൈൻഡിലും അത് ബോഡിയിലും ഉണ്ടാവും. അവിടെ EFT ഒക്കെ പഠിച്ചവർക്ക് അറിയാം, മൈൻഡ് ബോഡി കണക്ഷൻ പഠിച്ചവർക്ക് അറിയാം, നമ്മുടെ ഓരോ പെയിനും നമ്മുടെ ശരീരത്തിലും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നീട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് എന്താ സംഭവിക്കും? ആ സെയിം സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ നമ്മുടെ മൈൻഡ് പ്രൊട്ടക്ഷൻ മോഡ് ആക്റ്റീവ് ആവും അല്ലേ. ഇങ്ങനെ നമ്മുടെ റിജക്ഷൻ നേരിട്ടിട്ട് മുൻപ് റിജക്ഷൻ നേരിട്ടിട്ടുള്ള ഒരു കുട്ടി പിന്നീട് അതേപോലെ ഒരു സെയിം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മോഡ് ആക്റ്റീവ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പല ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത്. പല കാരണങ്ങളും നമ്മൾ ഇറങ്ങാൻ മടിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പെയിന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ആളുകള് പല നമ്മള് വളർച്ചയ്ക്കൊക്കെ അല്ലെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് സ്വയം നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മളെ തടസ്സം നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ആളുകൾക്കും സക്സസ് വേണം, പക്ഷെ അടുത്ത് വരുന്ന സമയത്ത് നമ്മളത് വിട്ടുകളയും അല്ലേ. എന്തുകൊണ്ടാണത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ സ്ഥിരമായിട്ട് നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. നിങ്ങൾ സ്ട്രഗിളിലാണ്, നിങ്ങൾ എപ്പോഴും സ്ട്രഗിളാണ് അനുഭവിക്കുന്നത്, നിങ്ങളുടെ കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും പിന്നെ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസരം വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങും അല്ലേ. നിങ്ങൾ എപ്പോഴും പല ആളുകളും എപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിലൊരു സമാധാനം കൊണ്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. കുറെ ആളുകൾ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും, അതേ സ്റ്റോറി റീല് അതൊക്കെ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അവര് മാറാൻ തയ്യാറല്ല. ഇതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സമാധാനം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ലൈഫിൽ മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇതാണ്, അൺകംഫർട്ടബിൾ ആണ് അവർക്ക്. അത് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അസ്വസ്ഥതയാണ് ഫീൽ ചെയ്യുന്നത്. ലൈഫിൽ മാറ്റം എന്ന് പറഞ്ഞാൽ മറ്റതെങ്ങനെ മാറാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ മൈൻഡ് അവർ സമ്മതിക്കുന്നില്ല. നിങ്ങളൊരു ലോ കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അതേ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്നത് അൺസേഫ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയാണ് തോന്നുന്നത്. സക്സസ് എന്ന് പറയുന്നത് സുരക്ഷിതമല്ല എന്നുള്ളൊരു ഫീൽ അവിടെ ഉണ്ടാകും. മൈൻഡ് പറയും നമ്മളോട് ആ സമയത്ത്, മൈൻഡ് എന്താണ് പറയുന്നത്? അത് അപരിചിതമായി നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്, അല്ലെങ്കിൽ അത് ഡേഞ്ചറാണ്, അപകടമാണ്, അത് ചെയ്യുന്നത് അപകടമാണ്, നിങ്ങൾക്കത് ശരിയാവില്ല. മുൻപ് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും നീ അത് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും പരാജയം മാത്രമാണ് ഉണ്ടായത്, അതുകൊണ്ട് അതിലേക്ക് പോകണ്ട എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് തരും അല്ലേ. അപ്പൊ നിനക്ക് അറിയുന്ന പാറ്റേണിലേക്ക് തിരിച്ചു പോകാൻ പറയും. അപ്പൊ എന്താണ് നമുക്ക് അറിയുന്ന പാറ്റേൺ? എന്താണ്? ഒന്നും ചെയ്യാതിരിക്കുക അല്ലെ, സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് സേഫ് എന്താണ്? പ്രശ്നങ്ങളിലൂടെ പോകുന്നത്. ഇപ്പൊ നിലവിൽ എന്താണ് പോകുന്നത് ആ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഉള്ളില് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നമ്മൾ സ്വയം നമ്മളറിയാതെ
തടസ്സമാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കണം കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സക്സസ് എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അസ്വസ്ഥത തോന്നുന്നത്? പറഞ്ഞ കാര്യങ്ങളൊന്നും സ്വല്പം റിപ്പീറ്റഡ് ആയിട്ട് വരും കേട്ടോ. സക്സസ് നേരത്തെ പറഞ്ഞ പോലെ സക്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കംഫർട്ടബിൾ അല്ല, ഇല്ലേ? കാരണം സബ് കോൺഷ്യസ് മൈൻഡില് ഫെമിലിയർ ആയിട്ടുള്ള പെയിനാണ് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇല്ലേ? ഫെമിലിയർ ആയിട്ടുള്ള പെയിനാണ് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാത്ത ഹാപ്പിനെസ് സേഫ് അല്ല, അല്ലെ? നമുക്ക് അനുഭവിക്കാത്ത ഹാപ്പിനെസ്, ചില ആളുകൾ പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സന്തോഷം കിട്ടും എന്ന് പറയുമെങ്കിലും നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് സേഫ് അല്ല. അപ്പൊ നമുക്ക് സേഫ്, പിന്നെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ട് തോന്നുന്നത്. ഒരാള് ഒരു ദരിദ്ര മൈൻഡ് സെറ്റിലാണെങ്കിൽ, അതിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ എന്താണ് ആ ആളിന് അബണ്ടൻസ് എന്ന് പറയുന്നത് ആൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, അല്ലേ? ആളെന്താ പറയാ, ഞാൻ അതിന് അർഹനല്ല, കൂടുതൽ ചിന്തിക്കാൻ പാടില്ല, അല്ലെ? വലിയ ചിന്തകൾ, വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ട് പഠിച്ചിട്ടുള്ളത്, അല്ലെ? ഒരു എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന, സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിരുന്ന ആളുകളെ, അവരുടെ മൈൻഡ് സെറ്റിൽ വളർന്ന ഒരാള് ചിന്തിക്കുന്നത് അബണ്ടൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഒരു ഗിൽറ്റായിട്ടും കുറ്റബോധമൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവർക്ക് ഞാൻ അങ്ങനെ ജീവിക്കാൻ അർഹനല്ല, ഞാനിങ്ങനെ പാവപ്പെട്ട ആളായിട്ടാണ് ജനിച്ചത്, ഇങ്ങനെയാണ് വളരുന്നത്, എനിക്കൊന്നും ഇത് സ്വപ്നം കാണാൻ പോലും അർഹതയില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഒരാള് സ്ഥിരമായിട്ട് ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലേ? സക്സസ് താൽക്കാലികം മാത്രമാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറെ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷമാകുന്നു അത് സ്റ്റോപ്പ് ആവും. നല്ല രീതിയിൽ എങ്ങനെ പോയാലും 1 ഇയർ ആയി കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ആവും. എനിക്ക് അങ്ങനെ ഒരു കാര്യം, ആദ്യത്തെ ഒരു കാര്യം ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഞാൻ പിന്നെ അത് വിശ്വസിച്ചു. രണ്ടാമത്തെ കാര്യം വന്നപ്പോഴത് വിശ്വസിച്ചു. പിന്നെ എന്ത് കാര്യം തുടങ്ങിയാലും 1 ഇയർ അതിനപ്പുറം പോകില്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിച്ചു, എന്താണ്, എനിക്ക് എല്ലാ കാര്യവും എന്ത് ചെയ്താലും 1 വർഷത്തിന്റെ അപ്പുറം പോകില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റിയിരുന്നു. അപ്പോ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഫെയിലിയർ വരുന്ന സമയത്ത് നമ്മുടെ സക്സസ് താൽക്കാലികമാണ്, അല്ലെങ്കിൽ ഇത്രമാത്രം വില നിൽക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷത്തെക്കാൾ, സക്സസിനേക്കാൾ ആഗ്രഹിക്കുന്നത് എന്താണ്? പരിചയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇതാണ് ഇമ്പോർട്ടന്റ് എന്നാണ് ആള് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ബ്രെയിനില് സ്ഥിരമായിട്ട് നമ്മുടെ പ്രെഡിക്റ്റ് ചെയ്യണം. എന്താണ് പ്രെഡിക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങും. അറിയാത്ത പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കില്ല, അല്ലേ? കാരണം ഫെയിലർ ഫെയിലിയറാണ് സേഫ്, അല്ലെ? നമുക്കറിയാത്ത കാര്യങ്ങൾ റിസ്ക് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ പഴയ പ്രോഗ്രാമിംഗ് നമ്മുടെ മൈൻഡിൽ അതിനെ എതിർക്കാൻ തുടങ്ങുന്നു. പുതിയ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് പഴയ ഓൾഡ് പ്രോഗ്രാമിംഗ് നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? ആ റെസിസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചാലും സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പോസിറ്റ് ബിലീഫ് അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കത് ആ കാര്യങ്ങളാണ് അവിടെ നിങ്ങൾക്ക് മൈൻഡിലേക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താ, ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ തുടങ്ങും, അല്ലെ? കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ തുടങ്ങും, ഇല്ലേ? നമുക്കറിയാത്ത സക്സസ് സുരക്ഷിതമല്ല എന്നുള്ള ഫീൽ അവിടെ വരാൻ തുടങ്ങും. അപ്പൊ ആളുകൾ എപ്പോഴും സന്തോഷങ്ങൾക്ക് മാത്രമല്ല
അഡിക്റ്റഡ് ആവുന്നത്. ചിലപ്പോൾ അവര് സ്ഥിരമായ പരിചയമുള്ള വേദനകൾക്കാണ് അടിമകളാവുന്നത്. അല്ലേ? ആളുകൾ ആനന്ദങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക് മാത്രമല്ല അടിമകളാവുന്നത്, അല്ലേ? അഡിക്റ്റ് ആവുന്നത്. അവർക്ക് പരിചിതമായ വേദന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവർക്ക് ആ വേദന, അതിലവര് സ്റ്റക്കായിട്ട് അത് തന്നെ ആലോചിച്ച്, അത് തന്നെ ചിന്തിച്ച്, ഞാൻ ഇതില് ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആ ഒരു പെയിനും കൊണ്ടിട്ട് അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ഇങ്ങനെ ആ സമയത്ത് നമ്മളോട് ചോദിക്കും, സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് ചോദിക്കും, ഇത് മാറിയാലോ, അല്ലേ? ഇത് മാറിയാലോ, എന്ത് ഇത്തരം കാര്യങ്ങൾ മാറിയാൽ എന്താ സംഭവിക്കാം? എനിക്കിത് നഷ്ടപ്പെട്ടാലോ, വീണ്ടും പരാജയപ്പെട്ടാലോ? ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചിന്തകൾ തന്നെ നമുക്ക് വരാൻ തുടങ്ങും. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ, നമ്മളെ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അധികം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാമിംഗ് നിന്നാണ് വരുന്നത്. നിങ്ങൾ കോൺഷ്യസ് ലെവലിൽ നിങ്ങൾ എത്ര ഡ്രീം ചെയ്താലും സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ഇത്തരം ചിന്തകളും, നിങ്ങൾക്ക് ഫിയർ, ഡൗട്ട്, നിങ്ങൾക്ക് അത് പിന്നെ ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ല എന്നുള്ള ഫീൽ ചെയ്യാൻ, നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ള ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് അതാണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ മൈൻഡിൽ നിന്ന് ഈ മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്, അല്ലെ? നമുക്ക് അറിയാം, നമുക്ക് എനർജി ഫ്രീക്വൻസി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് ഈ രണ്ട് സിഗ്നലായിരിക്കും, നിങ്ങൾക്ക് വേണം വേണ്ട എന്നുള്ള രീതിയിലുള്ള ഇത്തരം ഫിയർ, ഡൗട്ട്, പിന്നെ നിങ്ങൾക്ക് അതിന് അർഹതയില്ല എന്നുള്ള രീതിയിലുള്ള സിഗ്നലുകളൊക്കെയാണ് ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് തോട്ട് മാത്രം പോരാ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ബിലീഫ് മാറണം, നിങ്ങളുടെ സെൽഫ് ഇമേജ് മാറണം, നിങ്ങളുടെ സബ് കോൺഷ്യസ് പാറ്റേൺ ഹീൽ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ന്യൂ റിയാലിറ്റി നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എന്താണ് സാർ കുറേ അല്ലേ കണ്ടിട്ട്? ഓക്കെ അല്ലേ? പിന്നെ അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നതാണ് ഐഡന്റിറ്റി ക്രിയേഷൻ. മുൻപ് സംസാരിച്ചിരിക്കുകയാണ്. നമ്മള് ജീവിതത്തിൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലേ? നല്ല ബെറ്റർ ഇൻകം വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, സമാധാനം വേണം, കോൺഫിഡൻസ് വേണം, സക്സസ് വേണം. പക്ഷെ പലരും ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്താണ്? നമ്മൾ കരുതുന്നത് എന്താണ്? റിസൾട്ട് വന്നാല് കോൺഫിഡന്റ് ആവും, സമ്പത്ത് വന്നാല് എനിക്ക് വാല്യബിൾ ആയിട്ടുള്ള ഫീൽ ചെയ്യും, സക്സസ് കിട്ടിയാല് ഞാൻ പവർഫുൾ ആവും, അല്ലേ? പക്ഷേ റിയാലിറ്റി എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ആണ്. റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഐഡന്റിറ്റി ആണ് നമ്മുടെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ഐഡന്റിറ്റി? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ബിലീവ് ചെയ്യുന്നത് ആ ഒരു വേർഷനാണ് ഐഡന്റിറ്റി. പുറത്ത് ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതല്ല, അല്ലെ? പുറത്ത് പല ആളുകളും പല രീതിയിൽ നിങ്ങളെ കാണുന്നു, പല ആളുകൾക്കും നിങ്ങൾക്ക് പല രീതിയിലായിരിക്കും. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഐഡന്റിറ്റി. അത് ചിലപ്പോൾ സൈലന്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നത് എന്ത്, നിങ്ങൾക്ക് പോസിബിൾ ആണെന്ന് എന്താണ്, നിങ്ങൾ കോൺഫിഡന്റ് ആണോ, വാല്യുബിൾ ആണോ, കേപ്പബിൾ ആണോ എന്നെല്ലാം ഐഡന്റിറ്റി ആണ് ഡിസൈഡ് ചെയ്യുന്നത്.
ഈ സെൽഫ് ഇമേജ് ആണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അല്ലേ? ഒരു മനുഷ്യന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു നോളജ് കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യുന്നില്ല, അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളല്ല. ഈ ഐഡന്റിറ്റി, ഈ സെൽഫ് ഇമേജ് ആണ് കൺട്രോൾ ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, വലിയ ഡ്രീം ഉണ്ടാവും, നോളജ് ഉണ്ടാവും, സ്കില്ലുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇല്ലേ, ഒരുപാട് അവസരങ്ങളുണ്ട്, ആൾക്ക് നല്ല സ്കില്ലുണ്ടാവും, ഒരുപാട് നോളജ് ഉണ്ടാവും. പക്ഷേ ആളുടെ ഐഡന്റിറ്റി എന്താണ്? ഉള്ളിലുള്ള എനിക്കിത് പറ്റില്ല, അല്ലെ, നോളജ് ഉണ്ട്, സ്കില്ലുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പൊ എനിക്കിത് പറ്റില്ല എന്നുള്ള ആൾക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ജഡ്ജ് ചെയ്യുന്നുള്ള ഫീല് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കേപ്പബിൾ ആണോ എന്നുള്ള ഫീല് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ ആളത് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും, പ്രൊക്കാസ്റ്റിനേഷൻ വരും ഇല്ലേ, കാര്യങ്ങൾ ഡിലേ ചെയ്യാൻ തുടങ്ങും, അവസാനം ചിലപ്പോൾ ആ ചാൻസ് തന്നെ നഷ്ടപ്പെട്ടെന്ന് വരും. അപ്പൊ പുറത്ത് പ്രോബ്ലം തോന്നുന്നത് പോലും നമ്മുടെ ആക്ഷൻ എടുക്കുന്നതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ എന്താണ് അവിടെ അവിടെ റൂട്ട് എന്താണ്? ഇഷ്യൂ നമ്മുടെ റൂട്ട് കോഴ്സ് എന്താണ്? ഐഡന്റിറ്റി, നമ്മുടെ ഐഡന്റിറ്റിയാണ്. അപ്പൊ നമ്മുടെ ഇന്റേണൽ ഐഡന്റിറ്റിയാണ് നമ്മളെ പുറമേയുള്ള കാര്യങ്ങൾ റിയാലിറ്റി ആയിട്ട് മാറ്റുന്നത് അല്ലേ? പല കാര്യങ്ങളും നമ്മുടെ സർ, ഒരു ഉള്ളിലുള്ള കാര്യം ചോദിച്ചോട്ടെ? കാര്യങ്ങളാണ്. ചോദിച്ചോളൂ. സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത്? സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് അതുമായിട്ട് അതെ, ബന്ധപ്പെട്ടിട്ടാണോ? അതെ, അതുമായിട്ട് കണക്ട് ഇല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതല്ലേ നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഇല്ലേ? Okay. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അതാണോ അതെ, സെൽഫ് അതെ, ഇമേജ്? അതെ, അതെ, അതാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നമ്മളെ കുറിച്ച് വെച്ചിരിക്കുന്നത്, പുറമെ പല ആളുകളും നമ്മളെ കുറിച്ച് പല കാര്യങ്ങളും ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും, ഇയാളെ ഇന്ന ആളാണ്. പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് എന്താണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? നമ്മൾ എന്താണ് നമ്മൾ ചിന്തിച്ചത്? നമ്മുടെ ഐഡന്റിറ്റി എന്താണ് അല്ലേ? നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ ഓക്കെ അല്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സക്സസ് വന്നു കഴിഞ്ഞാൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പുറമെ നോക്കുന്ന ആളുകൾക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മൾ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് നമ്മളൊരു ഇമേജ് ഉണ്ട് അല്ലേ? അതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഉം. അപ്പൊ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് റിഫ്ലക്ട് ചെയ്യുന്നില്ലേ, പുറമേ ആയിട്ട് കാണുന്നത്. ഞാൻ അൺലക്കിയാണ്, അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ആണ്, എന്നെ ആരും വാല്യൂ ചെയ്യുന്നില്ല എന്നാണെങ്കിലോ, അപ്പൊ മൈൻഡ്, നമ്മൾ റാസ് പഠിച്ചിട്ടില്ലേ, മൈൻഡ് ഓട്ടോമാറ്റിക്കലി അതിന് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതിന് മാച്ച് ചെയ്യുന്ന എവിഡൻസ് സെർച്ച് ചെയ്യാൻ തുടങ്ങും അല്ലേ? ആ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങും. അത് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരാള് നേരത്തെ പറഞ്ഞ പോലെ സക്സസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കണ്ടാല് മൂവ് ചെയ്യാൻ തുടങ്ങും. മറ്റൊരാൾ സ്വയം സെയിം ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാലോ, അവിടെ ചില ആളുകൾക്ക് ഫിയർ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മള് പഴയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ അല്ലേ, നമ്മൾക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പൊ ഇതിനു മുൻപ് നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും, നിങ്ങളിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ പഴയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നമ്മളെ തടവറയിലാക്കിയിട്ടുള്ള കാര്യം, നമ്മൾ അറിയാതെ, നമ്മൾ കാണാതെ, നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇല്ലേ, ഒരു തടവറയിലാണെന്ന് പറയും, ഒരു ജയിലിലാണെന്നുള്ളതിലാണ്. പല ആളുകളും പഴയ ഐഡന്റിറ്റി ട്രാപ്പ്ഡാണ്, കുടുങ്ങിക്കിടക്കാണ്. അവർ ചിലപ്പം ഫിസിക്കലി ചിലപ്പം ഗ്രോ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ചിലപ്പം ജിമ്മിനൊക്കെ പോയി ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടാവും, പക്ഷെ മെന്റലി എന്താണ്, പഴയ വേർഷൻ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഫിയർ ഉള്ള ഒരാളായിരിക്കും അല്ലേ? ഒരു ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ഒരാൾക്ക് എന്താണ്, എല്ലാം ഡേഞ്ചർ ആയിട്ട് തോന്നും, ഫെയിലർ, റിജക്ഷൻ ഫിയർ വരും.
ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു ഫിയർ വരും, ഇല്ലേ? പല കാര്യങ്ങളും നഷ്ടപ്പെടും എന്നുള്ളൊരു ഫിയർ വരും. അപ്പോ ലൈഫ് എന്താണ്? സേഫ് സോണിലേക്ക് ചുരുങ്ങാൻ തുടങ്ങും. ഡ്രീം ഉണ്ടാവും, അതിലേക്ക് ആക്ഷനൊന്നും ഉണ്ടാവില്ല. ആ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നില്ല. ഡ്രീം ഉണ്ടാവും, അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, ഇല്ലേ? അപ്പൊ ലൈഫ് സേഫ് സോണിലേക്ക് ചുരുങ്ങാൻ തുടങ്ങും ഇത്രയും ഒരു ഫിയർ ഉള്ള ആളുകൾക്ക്. ചില ആളുകൾക്ക് ഉണ്ടാവും എന്താണ്, ലാക്ക്. എന്തുണ്ടായാലും അതില്ല ഇതില്ല എന്നുള്ളൊരു ഫീലുള്ള ഒരാൾ, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആള്. സമ്പത്തില്ല, ക്യാഷ് കുറവാണ്, ടൈം കുറവാണ്, സപ്പോർട്ടില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ മൈൻഡ് എപ്പോഴും എന്താ, എല്ലായ്പ്പോഴും ഒരു ഇല്ലായ്മയുള്ള ഒരു മോഡിലേക്ക് ആയിരിക്കും പോകുന്നത്, അല്ലേ? എപ്പോഴും ഇല്ലായ്മ. ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ല ഇല്ല. ഒരു നമ്മളിവിടൊക്കെ പറയും ഇല്ല, ഇല്ലായ്മ പാട്ട്, അങ്ങനെ എന്തൊക്കെ പറയുന്ന ഒരാൾ, അല്ലേ? എപ്പോഴും എന്ത് കിട്ടിയാലും ഇല്ലാന്നേ പറയൂ. അപ്പോൾ അത്തരം മൈൻഡിലേക്ക്, അത്തരം മോഡിലേക്ക് പോകും ഇത്തരം ആളുകൾ. എപ്പോഴും അവിടെ ഇല്ലായ്മയാണ് എപ്പോഴും ക്രിയേറ്റ് ചെയ്ത. അപ്പൊ ഈ ഇത്തരം മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് എന്താണ്, അവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെ? മൈൻഡിൽ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഡൗട്ട്, അടുത്തത് ഡൗട്ട്. അപ്പൊ ഈ ഡൗട്ട് എന്ന് പറയും ഇത്തരം ഐഡന്റിറ്റി ഉള്ള ആൾക്ക് എന്താണ്, ഡേഞ്ചർ ആണ്. കാരണം അത് അവിടെ സൈലന്റ് ആയിട്ട് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കി കളയും, അല്ലേ? നമുക്ക് സംശയം, നമ്മളെ കുറിച്ച് സംശയം ഉണ്ടാവും. അത് ചെയ്താൽ ഇത് റെഡിയാവോ, എനിക്കത് പറ്റുമോ, ഇത് വർക്ക് ചെയ്യോ, ഞാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയോ, ഇല്ലേ? നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കും, അല്ലേ? ഡൗട്ട് ഉണ്ടാകുമ്പോൾ. പിന്നെ എന്താണ്, അവിടെ വീക്ക് റിസൾട്ട് വീണ്ടും ഡൗട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അവിടെ ആ വീക്ക് റിസൾട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് ഉറച്ചു പോകും, അല്ലേ? പിന്നെ അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ചില ആളുകളുണ്ട് വിക്ടിം മൈൻഡ് സെറ്റിലുള്ള ആളുകൾ. മറ്റുള്ളവരെപ്പോഴും, അല്ലേ, പുറമേയുള്ള ആളുകളെ കുറിച്ച് പിന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. സിറ്റുവേഷൻ കാരണം, അല്ലേ? ചില ഫാമിലി കാരണം പറയും. ചില ആളുകൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവർ ചിന്തിക്കുന്ന എന്താണ്, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന പുറമേയുള്ള കാര്യങ്ങളാണ്. അതാണ് പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റുള്ളവരെ കുറ്റം പറയും, ഇല്ലേ? അവരത് ചെയ്തു തന്നിട്ടുണ്ട്, എൻ്റെ ഫാമിലി ശരിയല്ല, എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടില്ല, അല്ലെങ്കിൽ സൊസൈറ്റി എനിക്ക് വേണ്ട രീതിയിൽ അവരെന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെ ആളുകളുണ്ട്, ഇല്ലേ? എനിക്ക് വേണ്ടപ്പെട്ട അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പല സിറ്റുവേഷനും പറയും, അല്ലേ? ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം വന്നത് കൊണ്ടാണ് എനിക്ക് ഒന്നും ആവാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താ, പുറമെയാണ്, പുറത്താണ് പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ചേഞ്ച് ഒക്കെ നടക്കുന്നത്. പക്ഷെ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത് എവിടെ തുടങ്ങുന്ന എവിടെ? നമ്മുടെ നമ്മുടെ മൈൻഡിന്റെ അതിന്റെ ഉള്ളിൽ. അതെ, നമ്മുടെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത്, അല്ലെ, അകത്ത് വന്നപ്പോൾ മാത്രമാണ് നമുക്ക് പുറമെ അത് റിയാലിറ്റി ആയിട്ട്, അല്ലെ, അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരും. ഇപ്പോ നമ്മുടെ പുതിയൊരു ഐഡന്റിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആഗ്രഹം മാത്രമല്ല, അല്ലേ? അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കോൺഫിഡൻസ് വേണം, അല്ലേ? മാനിഫെസ്റ്റേഷൻ ഈ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്? ഫിയർ ഇല്ലാത്ത സ്റ്റേറ്റ് മാത്രമല്ല, ഫിയർ ഉണ്ടെങ്കിലും നമുക്ക് മൂവ് ചെയ്യാനുള്ള ഐഡന്റിറ്റിയാണ് കോൺഫിഡൻസ്, ഇല്ലേ? നമുക്ക് ചില കാര്യങ്ങൾ ഫിയർ ഉണ്ടാവും, നമുക്കതിലേക്ക് ഇറങ്ങാനുള്ളൊരു കാര്യം കൂടി നമുക്ക് അവിടെ കോൺഫിഡൻസ് തരൂലേ, ഇറങ്ങിക്കഴിഞ്ഞാല്. അപ്പോൾ കോൺഫിഡൻ്റ് ഉള്ള ആളുകൾ പെർഫെക്റ്റ് ഒന്നല്ല, അല്ലേ? ഇപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും പെർഫെക്റ്റ് ഉള്ള ആളുകളൊന്നുമല്ല. പക്ഷെ അവർ സ്വയം അവരുടെ സ്വന്തത്തോട് ആ വാല്യൂ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അതിനോട് ചോദിക്കുന്നില്ല, അല്ലെ? ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അടുത്തത് അബണ്ടൻ അബണ്ടൻ അപ്പൊ അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ളവര് പോസിബിലിറ്റി എപ്പോഴും കാണാം, ഇല്ലേ? നമുക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ട്ടോ പറയുന്നത്. ഫസ്റ്റത്തെ കോൺഫിഡന്റ് ആണ്, രണ്ടാമത്തെ അബണ്ടന്റ് ആണ്. അബണ്ടന്റ് മൈൻഡ് സെറ്റ് ഉള്ളവരെന്താണ്,
പോസിബിലിറ്റി എപ്പോഴും കാണുമല്ലേ, അവസരങ്ങളും അവർക്ക് സാധ്യതകളൊക്കെ അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അവര് ഈ ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, അവരെപ്പോഴും പോസിബിലിറ്റിയും അതായത് ഓപ്പർച്യൂണിറ്റി ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഗ്രോത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് ലൈഫ് എന്ന് പറയുന്നത് അവരെ ലിമിറ്റ് ചെയ്യുന്നില്ല. അവർക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും, അവർക്ക് നല്ല ഫീലിങ്സ് ഉണ്ടാവും, ഇല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ അത്തരം ആളുകൾക്ക്, ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ അടുത്തതാണ് കാമായിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ആളുകൾ വളരെ പവർഫുൾ ആണ്, അല്ലേ? കാരണം എന്താണ്, അവര് ഇന്നർ കാം വന്നാൽ എന്താ, അവർക്ക് ക്ലാരിറ്റി വരും, പേഷ്യൻസ് വരും, അല്ലേ? അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി വരും. അപ്പൊ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി അവർക്ക് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല അവസരങ്ങൾ വരുന്ന സമയത്ത് അവരെ കൊണ്ട് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് വാല്യുബിൾ. ഒരു മനുഷ്യന്റെ ഉള്ളിൽ നമുക്ക് വാല്യുബിൾ ആണെന്ന് ഇന്റേണലി നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആവണം. കമ്മ്യൂണിക്കേഷൻ, ഇല്ലേ? അതൊരു ഫീൽ ചെയ്താൽ എന്താ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലൈഫ് സ്ലോ ആണെങ്കിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. സ്ലോലി ആണെങ്കിലും നമുക്ക് സക്സസ് കാണാൻ തുടങ്ങും, റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും നമുക്ക്. പിന്നെ അടുത്തത് ഡിസർവിങ്. പല ആളുകൾക്കും, ഇല്ലേ, സ്ഥിരമായിട്ട് സക്സസ് വേണമെന്ന് പറയെങ്കിലും പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ്, അത് അവര് അർഹിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും, അല്ലെ? പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ള ഫീൽ ചെയ്യുന്നത് എന്താണ് ഉണ്ടെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമുക്ക് തടസ്സം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പല കാര്യങ്ങളും തടസ്സം നിൽക്കും. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി ഡിസർവിങ് അല്ല എന്നുള്ള ഒരു ഐഡന്റിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് നമ്മുടെ സക്സസിനെ റിജക്ട് ചെയ്യാൻ തുടങ്ങും. അത്തരം ആ കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മള് ഞാൻ ആരാ ആകാൻ പോകുന്നു എന്നുള്ള കാര്യമില്ല, ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ആരാണ് എന്നുള്ളതല്ല, ഞാൻ ആരാകാൻ പോകുന്നു എന്നുള്ള കാര്യം. എന്ത് വേണം, എനിക്ക് എന്ത് വേണം, എൻ്റെ ലൈഫിലേക്ക് എനിക്ക് എന്ത് വേണം, ഞാൻ ആരായി മാറണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആരാണ്, അല്ലെങ്കിൽ മുൻപ് ഞാൻ ആരായിരുന്നു എന്നുള്ളതല്ല, ഞാൻ ആരാകാൻ പോകുന്നു, എനിക്കിനി എന്ത് വേണം എന്നുള്ള ക്വസ്റ്റ്യൻ, ഒരു പവർഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഗോൾ മാത്രമല്ല, നിങ്ങളെ ഐഡന്റിറ്റി കൂടിയാണ്. നിങ്ങൾക്ക് പുതിയ ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഴയ ചിന്തകൾ കൊണ്ടോ, നിങ്ങളെ പഴയ ഇമോഷണൽ പാറ്റേൺ കൊണ്ടോ, നിങ്ങൾക്ക് പഴയ സെൽഫ് ഇമേജ് കൊണ്ടോ ഒന്നും സംഭവിക്കില്ല. ഇതെല്ലാം പതിയെ വിട്ട് കളയണം. അപ്പൊ നിങ്ങൾക്ക് പുതിയ ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പഴയ പാറ്റേൺ, നിങ്ങളുടെ പഴയ ഐഡന്റിറ്റി കൊണ്ട് നടന്നുകൊണ്ട് കാര്യം ഇല്ല. ഓക്കെ, ക്ലിയർ ആയ? അതാണ് ഇന്നത്തെ സെഷൻ. അപ്പോ നമുക്കിനി അടുത്ത സെഷൻ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അപ്പൊ എന്താണ്, ഇങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് എന്തെങ്കിലും കിട്ടിയോ നല്ല ഇന്നത്തെ സെഷൻ ആയിരുന്നു സാറ്, നല്ല സെഷൻ ആയിരുന്നു. നല്ല അവയർനെസ് കിട്ടി. മാറ്റം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ മാറിയാൽ തന്നെയാണ് നമുക്ക് മാറ്റം സംഭവിക്കുമെന്ന് സാറിന്റെ കാര്യത്തിൽ മനസ്സിലായി. താങ്ക് യു. അപ്പൊ നമ്മള് Thank you, sir. Thank you very much. ചിന്തയിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ ചിന്തയാണ് ആദ്യം വരുന്നത്. നമ്മൾ ചിന്ത റെഡി ആയിട്ടില്ലെങ്കിൽ ഇത്തരം പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ശരിയാവും. തോട്ടുകൾ മാറ്റുക, ബിലീഫ് സിസ്റ്റം മാറ്റുക. അപ്പൊ നമ്മളിലേക്ക് അബണ്ടൻസ് വന്നുകൊണ്ടേയിരിക്കും. അതെ, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. താങ്ക് യു. വേറെ ആർക്കെങ്കിലും? നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ശരീരസുഖം കിടക്കുക, പനി, തലവേദന, ചുമയൊക്കെ. അതാണ് വീഡിയോയിൽ വരാത്തത്. ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് കിട്ടുമോ സാറേ? ഇന്നത്തെ ക്ലാസ്സിന്റെ നോക്കാം. ശരി, ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.
നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഓക്കെ, താങ്ക് യു നല്ല മാം. നല്ല ക്ലാസ്. എനിക്കൊരു കാര്യം പറയാണ്ട്, എൻ്റെ മോള് +2 പാസ്സായി. ആണോ? താങ്ക് യു. കൺഗ്രാറ്റ്സ്. അന്ന് അവിടെ വന്നിരുന്നില്ലേ നമ്മുടെ പ്രോഗ്രാമിന് വന്നിരുന്നു? ആ, അന്ന് വന്നിനോളെ. ആ, ഓക്കെ. എന്നാ നമുക്ക് മൈൻഡപ്പ് ചെയ്യാല്ലേ? താങ്ക് യു. ഇനി അടുത്തൊരു സെഷനിലായിട്ട് വരാം നെക്സ്റ്റ് വീക്ക്. താങ്ക് യു